വയനാട്ടിൽ കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി എന്ന പ്രദേശം യഥാർത്ഥത്തിൽ ഗണപതി വട്ടമാണ് എന്ന് പറഞ്ഞ് വലിയ വിവാദമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം ഒന്ന് പരിശോധിച്ചു മാഷേ, അത് അങ്ങയുടെ അറിവിലേക്ക് ഒന്ന് പറയാം. ഈ വയനാട്ടിൽ തലശ്ശേരി സബ് കളക്ടറായിരുന്ന ബ്രിട്ടീഷ് കാലത്ത് TH ബാലൻ, അദ്ദേഹത്തിൻ്റെ കാലത്താണ് വയനാട്ടിലെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകുന്നത്. ആ സെറ്റിൽമെൻറ്റ്സിൻ്റെ ഭാഗമായി 10 ഡിവിഷനുകളുണ്ടായി. ഇത് ബ്രിട്ടീഷ് ചരിത്രകാരനായ HS ഗ്രാമെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗ്രാമയുടെ രേഖപ്രകാരം മുന്നാട്, മുത്തൂർ നാട്, ഇളങ്കൂർ നാട്, കുറുമ്പാല, വയനാട്, ഗണപതി വട്ടം തുടങ്ങി 10 ഡിവിഷനുകളുണ്ടായിരുന്നു. പഴയ മലബാറിൽ ഗണപതി വട്ടമായിരുന്നു അന്നുണ്ടായിരുന്നു. തീർന്നില്ല. 1934 കിടങ്ങനാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു. ഈ പഞ്ചായത്ത് പിന്നീട് നൂൽപ്പുഴ, നെന്മേനി പഞ്ചായത്തുകളായി വിഭജിക്കപ്പെട്ടു. ഈ കാലത്ത് ഗണപതി വട്ടമാണ് ഉണ്ടായിരുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ഗണപതി പാളയം പോലീസ് സ്റ്റേഷനും ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിനോട് അടുത്ത്. ആ ക്ഷേത്രം പൗരാണികമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമുണ്ടായിരുന്നു. പിന്നീടാണ് 1968 സുൽത്താൻ ബത്തേരി പഞ്ചായത്ത്, അതായത് കിടങ്ങനാട് പഞ്ചായത്ത് നൂൽപ്പുഴയും നെന്മേനിയുമായി പിന്നീട് സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കാലയളവിലാണ്, ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന ആ സമയത്താണ് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടം ഉണ്ടാകുന്നത്. ഈ ഗണപതി ക്ഷേത്രത്തിന് സുൽത്താൻ്റെ പട്ടാളം വന്ന് തമ്പടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു സുൽത്താൻ്റെ ബാറ്ററി, സേനാത്താവളം അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുൽത്താൻസ് ബാറ്ററി എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പേരാണ്, ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ് സുൽത്താൻ ബത്തേരി എന്ന മലയാള പേരായി മാറിയത്. പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേര് നാടിൻ്റെ ചരിത്രരേഖകൾ പ്രകാരം ഗണപതി വട്ടം എന്ന് തന്നെയാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞത് ചരിത്രമാണ്, വസ്തുതയാണ്. ഇപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്നവർ ഇതുവരെ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളിൽ, പാനൂരിൽ ബോംബ് പൊട്ടിയപ്പോൾ പോലും ഉറങ്ങിക്കിടന്ന സാംസ്കാരിക നായർ സടകുടഞ്ഞെണീറ്റിട്ട് സുരേന്ദ്രൻ വർഗീയത പറയുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, ആ നാടിൻ്റെ പേര് ഗണപതി വട്ടമാണെന്ന് ചരിത്രം പറയുന്നു. എവിടെയാണ് സാർ വർഗീയത? സത്യത്തിൽ ഇതിൽ വർഗീയത ഇല്ലയെന്ന് മാത്രമല്ല, ഇത് പുതിയ വാദവുമല്ല. ഇപ്പോൾ BJP ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, വളരെ നേരത്തെ കേട്ടിട്ടുണ്ട്, വളരെ പഴക്കമുള്ളൊരു സാധനമാണ്. ഒരു കാര്യം വളരെ തീർച്ചയാണ്, ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്നൊരു പേര് 200 കൊല്ലത്തിന് മുമ്പില്ല, പരമാവധി 200 കൊല്ലമാണ്. ഇപ്പോൾ 1700കളിൽ ഹൈദരാലി, ടിപ്പു സുൽത്താൻ വന്ന കാലം തൊട്ട്, ഹൈദരാലിയുടെ കാലത്തുമില്ല, ഹൈദരാലിയുടെ മരണത്തോടെ ടിപ്പു സുൽത്താൻ പടയോട്ടമായിട്ട് വന്ന കാലത്താണ് ഈ സുൽത്താൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 200 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. ഈ ആർഗ്യുമെൻ്റ് അവിടെ നേരത്തെ ഉണ്ട്, വളരെ നേരത്തെ ഉണ്ട്. HS ഗ്രാമെ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ രേഖകൾ, തീർച്ചയായിട്ടും ചരിത്രരേഖകളിലൊക്കെ ആ പേരാണ് ഉണ്ടാവാൻ സാധ്യത ആണ്, അതാണ് സാധ്യതയുള്ളത്. ഞാനിപ്പോൾ സാറ് നോക്കിയത് നന്നായി, ഞാൻ അത്ര സൂക്ഷിച്ചിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ട്, എൻ്റെ ഓർമ്മയിൽ ഒരു 10-40 കൊല്ലത്തെങ്കിലും ഓർമ്മയിൽ പലപ്പോഴും ഈ വാദം പലരും ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJP ദേശീയ തലത്തിൽ തന്നെ ഈ അധിനിവേശത്തിൻ്റെ അംശങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കിടക്കുന്നതിനെ, അത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ബാക്കി പത്രമായാലും അതിനിടയിൽ ഈ പല രാജ്യങ്ങൾ പലയിടത്തു നിന്നായിട്ട് വന്ന സുൽത്താൻമാരുടെ അധിനിവേശത്തിൻ്റെ അംശങ്ങൾ ഉള്ളിടത്തൊക്കെ അത് മാറ്റേണ്ടതാണ് എന്നൊരു പോളിസി ഇന്ത്യൻ മണ്ണിനെ സമ്പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ ദേശമാക്കി മാറ്റണം എന്നുള്ളൊരു പോളിസി, തീർച്ചയായിട്ടും അതിനോട് നമുക്ക് വിയോജിക്കാം പോളിസി. പക്ഷേ ആ പോളിസി എടുക്കുന്ന BJP കേരളത്തിൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ സുൽത്താൻ്റെ പേരിൽ തന്നെ ഒരു നാടുള്ളപ്പോൾ ആ നാടിൻ്റെ പഴയ പേരിലേക്ക്, തനിമയാർന്ന പേര് തിരിച്ചു കൊണ്ടുവരണമെന്നൊരു വാദം ആ മണ്ണിൽ തന്നെ പതിറ്റാണ്ടുകളായിട്ട് ഉള്ളപ്പോൾ അത് ഉയർത്തിയതിൽ ഞാൻ വലിയ അത്ഭുതകരമായ ഒന്നും, ബോംബ് വീഴുന്നൊരു ഭീഷണിയായിട്ടൊന്നും അതിനെ കാണുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷേ അതായത് ഇപ്പോൾ CK ശശീന്ദ്രൻ എന്ന CPM-ൻ്റെ പഴയ ജില്ലാ സെക്രട്ടറി MLA ആയ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇത് മതവികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണ്. എങ്ങനെയാണ് ഒരു നാടിൻ്റെ പഴയ പേര് പൗരാണികമായ ഒരു ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗണപതി വട്ടം എന്നായിരിക്കെ ഈ നാടിനെ കൊള്ളയടിച്ച നീചനായ ഒരാക്രമണകാരിയുടെ പേരിൽ അറിയപ്പെടുന്നത് മാറ്റണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, അങ്ങനെ ഏത് മതത്തിൻ്റെ വികാരം വ്രണപ്പെടുക? അതെ, അതിനകത്ത് മതമേ ഇല്ല. ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ചരിത്രത്തെ മതവൽക്കരിക്കുക. ചരിത്രത്തെ ചരിത്രമായിട്ട് കാണുന്നു, ബ്ലാക്കും വൈറ്റും ചേർന്നതാണ്, പ്ലസും എല്ലാം ഉണ്ട്. ചരിത്രത്തിലെ എല്ലാ ചരിത്ര പുരുഷന്മാർക്കും, സുൽത്താൻമാർക്കും മഹാരാജാക്കന്മാർക്കും ഒക്കെ അവരുടെ ഗുണവും ദോഷവും അവരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോഴേ നമ്മൾ ഇന്ന് ദോഷമായിട്ട് കാണുന്നതിൻ്റെ 2 വശങ്ങളും കാണാൻ പറ്റുള്ളൂ. എന്തായാലും ചരിത്രത്തെ അങ്ങനെ വിലയിരുത്തണം.
ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ഇത് ഞാൻ എന്നും നേരിടുന്ന ഒരു വിമർശനമാണ്. ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി അദ്ദേഹം നടത്തിയ പടയോട്ടം എന്നാണ് അദ്ദേഹത്തിന്റെ വരവ് തന്നെ. പടയുമായി വന്ന് കിട്ടുന്ന നാടുകളൊക്കെ പിടിച്ചടക്കുകയാണ്. നമ്മുടെ ഈ വൈപ്പിൻ വരെ വന്നു. അപ്പോഴേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നതുകൊണ്ടും ഇവിടെ കടുത്ത ചെറുത്തുനിൽപ്പ് വന്നതുകൊണ്ടും ഒക്കെയാണ്. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ നെടുങ്കോട്ട ഉയർത്തി വൈക്കം പത്മനാഭപിള്ളയുടെ പേരിൽ വലിയ സൈന്യമായി നേരിട്ട് കാല് വെട്ടി തിരിച്ചോടിച്ചൂടി. തീർച്ചയായിട്ടും അതിൽ രണ്ട് കാര്യം ഉണ്ടായിരുന്നു. അന്ന് കൊച്ചി രാജാവ് വലിയ തോതിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ടിപ്പുവിനെ ചെറുക്കുകയും ചെയ്തു. ആ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ്റെ ചെയ്തികളിലൊക്കെ ഇതുണ്ട് പലപ്പോഴും. ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴൊക്കെ അദ്ദേഹം ചെയ്തത് മൈസൂരിൽ നിന്ന് പണം വരുത്തുകയല്ല. പോകുന്ന വഴിയിൽ പട്ടാളവുമായിട്ട് പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിന് അറിയാം സുരക്ഷിതമായ പണമുള്ളത് ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളോട് നേരെ ചൊവ്വയപ്പോൾ സമാധാനത്തോടെ ചെന്ന് ചോദിച്ചാൽ സുൽത്താനല്ലേ ക്ഷേത്രത്തിന് ഔദ്യോഗിക രേഖകളിൽ ക്ഷേത്രത്തിന് ഗ്രാൻഡ് കൊടുക്കുന്നതും ക്ഷേത്രത്തിൻ്റെ ഭൂമി കൊടുക്കുന്നതും ഒക്കെ പിടിച്ചടക്കിയ ഭൂമിയാണെങ്കിലും സുൽത്താൻ കൊടുത്തതാണല്ലോ. അപ്പോൾ സുൽത്താൻ ഇതിൻ്റെ കാര്യകർത്താവ് എന്ന നിലയിൽ ചിലരൊക്കെ സൗമനസ്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കൊടുക്കാത്ത ക്ഷേത്രങ്ങളിൽ പിടിച്ചെടുത്തിട്ടുമുണ്ട്. വിഖ്യാതമായ അനവധി സംഭവങ്ങളുണ്ട്. സുൽത്താൻ കൊടുക്കേണ്ടി വന്നത് സുൽത്താൻ ഈ ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്തതുകൊണ്ടാണ്. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നെ അദ്ദേഹം നേരത്തെ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് ക്ഷേത്രത്തിന് ദാനം ചെയ്തു. ഇതൊന്നും അദ്ദേഹത്തിൻ്റെതല്ലല്ലോ, മഹാരാജാവിൻ്റെതല്ലല്ലോ. അദ്ദേഹം പിടിച്ചെടുത്തതല്ലേ. ഈ നാടിൻ്റെ മണ്ണാണ്, ഈ നാടിൻ്റെ ക്ഷേത്രങ്ങളാണ്. അദ്ദേഹം ഭൂമി കൊടുത്തതിൻ്റെ കണക്ക് നമ്മുടെ വലിയ ഫണ്ടമെന്റൽ ചരിത്രകാരൻ ആലോചിക്കുന്നില്ല. ഒന്നാമത്തെ ഭൂമി പിടിച്ചെടുത്തിട്ട് അതിന്റെ ഒരു ചെറിയൊരു അംശം ദാനം കൊടുത്തു. അതെ, ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടിപ്പു ഈ പടയോട്ടവുമായി വന്ന കാലത്ത് ടിപ്പുവിനെ നേരിട്ട കൂട്ടത്തിൽ ഈ പഴശ്ശിരാജാവ് ഉണ്ടായിരുന്നു. ഹിന്ദു രാജാക്കന്മാരെ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല. വയനാടിന്റെ ചരിത്രം പറയുമ്പോൾ അത് പഴശ്ശിയുടെ ചരിത്രം കൂടിയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ പോരാടിയ കേരളത്തിന്റെ സിംഹമാണ് പഴശ്ശി. ആ പഴശ്ശിയെ നേരിട്ടിട്ടുണ്ട് ടിപ്പു. ഉണ്ട്. അത് രണ്ടായിട്ട് കാണേണ്ടതാണ്. പഴശ്ശിക്കും രണ്ട് ഘട്ടമുണ്ട്. പഴശ്ശി ഇപ്പോൾ ടിപ്പുവിനെ നേരിട്ട കാലത്ത് ടിപ്പു പഴശ്ശിയുടെയും ബ്രിട്ടീഷുകാരുടെയും ശത്രുവാണ്. ബ്രിട്ടീഷുകാരുടെ നാടാണ് പിടിച്ചെടുത്തത്. കിട്ടിയിടത്തോളം നാട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള നാടാണ് പടയോട്ടം നടത്തി പിടിച്ചെടുത്തത്. നാട്ടുരാജാക്കന്മാർക്കും ബ്രിട്ടീഷുകാർക്കും വേണ്ടത്ര ചെറുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ ടിപ്പുവിനെ ആദ്യകാലത്ത്, ഇപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധം എന്നൊക്കെ പറയുന്ന യുദ്ധകാലത്ത് ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത് പഴശ്ശിയുടെ കൂടി സഹായത്തോടു കൂടിയാണ്. പൊതുശത്രു എന്ന നിലയിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നൊരു ഘട്ടമുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഈ പഴശ്ശിയും അമ്മാവനും തമ്മിലുള്ള കേസിൽ പഴശ്ശി ആത്മാർത്ഥമായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ട് ടിപ്പു സുൽത്താനെ തടഞ്ഞു നിർത്തിയ പഴശ്ശിക്ക് എതിരായിട്ട് ബ്രിട്ടീഷുകാർ നിലപാടെടുത്തു. പഴശ്ശിയുടെ അമ്മാവൻ്റെ കൂടെ നിന്നിട്ട് ഡിവൈഡ് ആൻഡ് റൂളാണ്. അല്ലാതെ ഇപ്പോൾ പഴശ്ശിയോട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പഴശ്ശിക്കെതിരെ പോലും തോക്കെടുത്ത ആളാണ് ടിപ്പു സുൽത്താൻ. അത് സംശയമൊന്നുമില്ല. അല്ല, തീർച്ചയായിട്ടും അത് പൊരുതിയിട്ടുണ്ട്. ഇതിനകത്ത് തോക്കെടുത്തത് വയനാടിന്റെ അഭിമാനത്തിൽ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വയനാട് ബ്രിട്ടീഷുകാർ ആദ്യം ടിപ്പു സുൽത്താനെതിരായിട്ടും രണ്ടാം ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം മരണം വരെ നടത്തിയ ഒരാളാണ് പഴശ്ശി രാജാവ്. അതിൽ ചരിത്രത്തിൽ തർക്കമില്ല. ആ പഴശ്ശി രാജാവിൻ്റെ മണ്ണാണ് എന്ന് ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആര് ഉയർത്തിപ്പിടിച്ചാലും പ്രധാനപ്പെട്ട വാദം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ടിപ്പു സുൽത്താനെ അദ്ദേഹത്തിൻ്റെ വഴിയിലൊക്കെ നേരിട്ട കൂട്ടത്തിൽ പഴശ്ശി രാജാവിന് ഇപ്പോൾ ഹിന്ദു പേരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അതെ, ഹിന്ദുക്കൾ മാത്രമായില്ല. പഴശ്ശി വയനാടിൻ്റെ പ്രതീകമാണ് പഴശ്ശി എന്ന് പറയാൻ അവിടുത്തെ രണ്ട് മുന്നണിക്കും കഴിയില്ല. സുരേന്ദ്രന് മാത്രമേ കഴിയുള്ളൂ. അല്ല, അത് പേര് പറഞ്ഞാൽ ചിലരുടെ തോട്ടു പോകും. അതെ, അതുകൊണ്ടായിരിക്കും. പക്ഷെ അത് വലിയ പരിമിതിയാണ്. നമുക്ക് ചരിത്രത്തെ ചരിത്രമായി കാണണം. അതിനകത്ത് രാഷ്ട്രീയമോ വർഗീയമോ ആയ നിറം ചേർക്കരുത്. ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഞാൻ ചരിത്രത്തിൽ കണ്ട അത്ഭുതകരമായ ഒരു കാര്യം, ടിപ്പുവിനെ ഏറ്റവും ശക്തമായി നേരിട്ട കൂട്ടത്തിൽ മാപ്പിള പ്രമാണിമാരുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ. ഒന്ന്, അദ്ദേഹം ഭൂമിയിൽ നടത്തിയ ഇടപെടലുകളുണ്ട്. അപ്പോൾ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ആളുകൾ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ ഇടപെട്ടു. ക്ഷേത്രങ്ങളൊക്കെ അന്ന് സൗഹാർദ്ദപൂർവ്വം എല്ലാവരും പരസ്പരം സംരക്ഷിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒടുവിൽ വന്നൊരു മരണവാർത്ത നമ്മൾ തന്നെ ഞാൻ ഒരു ടോക്ക് കൊടുത്തിട്ടുണ്ട് ABCയിൽ. ഇപ്പോൾ ഈ രാധാ ഗോപി മേനോൻ വയനാട്ടിലെ ഓർമ്മയുണ്ടല്ലോ സാറിന്, വയനാട്ടിലെ മുട്ടിൽ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ട് മരിച്ചുപോയ ആളാണ്. നമ്മളെ ആനക്കരയിലെ AV കുട്ടിമാളു അമ്മയുടെ സഹോദരനായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ ഒരു എസ്റ്റേറ്റിലെ മാനേജറായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് പള്ളിയില്ല. ഇദ്ദേഹം സ്ഥലം ഉണ്ടാക്കി കൊടുത്ത് പള്ളി മദ്രസയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇതിന് തന്നെ ഒരു സമാന്തരമായ മറ്റൊരു ചരിത്രമുണ്ട്. പല ക്ഷേത്രങ്ങളുടെയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ട്രസ്റ്റി ആയിരുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പനുണ്ട്.
സാമൂതിരിയുടെ കാലം തൊട്ടേ ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യദർശിമാരിൽ ഒരാളായി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണയും സൗഹാർദ്ദപൂർവ്വം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ടിപ്പുവിൻ്റെ കാലത്ത് എത്തിയപ്പോൾ ടിപ്പു സുൽത്താൻ വന്നിട്ട് ഇദ്ദേഹത്തിന് പണം ആവശ്യം വന്നപ്പോൾ ആരോ പറഞ്ഞു ഗുരുവായൂരമ്പലത്തിലാണ് നിറച്ച് പണമുള്ളത്, അത് നിങ്ങളുടെ. അപ്പോൾ ടിപ്പുവിൻ്റെ കാലത്ത് വളരെ സമർത്ഥമായി ടിപ്പു ആ നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന, സാമൂതിരിയുടെ കാലം തൊട്ടേ ഈ ക്ഷേത്രവും അവിടുത്തെ നാടുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന പ്രമാണിയായ ധീരനായ പോരാളിയായ ഇദ്ദേഹത്തെ സ്വന്തക്കാരനാക്കി വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവർണർമാരിൽ ഒരാളായിട്ടൊക്കെ നിയമിച്ചിരുന്നു. പക്ഷേ കാര്യം വന്നപ്പോൾ ടിപ്പു എന്ന് ചോദിച്ചു. ടിപ്പു പറഞ്ഞു, വിളിച്ചു വരുത്തിയിട്ട് ഹൈദ്രോസ് കുട്ടി മൂപ്പനോട് പറഞ്ഞു, നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൻ്റെ ട്രസ്റ്റിയൊക്കെ ആണല്ലോ, ഗുരുവായൂരമ്പലത്തിൽ ധാരാളം പണമുണ്ടല്ലോ, എനിക്ക് വലിയ ക്ഷാമമുണ്ട് ഇപ്പോൾ പടയോട്ടത്തിൽ, അപ്പോൾ നിങ്ങൾ ആ പണം എനിക്ക് ആവശ്യമുള്ള പണം എടുത്ത് തരണം. അദ്ദേഹം സോറി പറഞ്ഞു. ശേഷം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എടുത്ത് അത് ഒറ്റ കാര്യം കൂടി സാർ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, അത് കൊണ്ടുപോയി. അതൊന്ന് ആ പടയോട്ട കാലത്താണത്. അപ്പോൾ അന്ന് പക്ഷെ ഒരു കാര്യമുണ്ട്, ടിപ്പുവിനോട് ഇദ്ദേഹം സോറി പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പണമാണ് അത്, ഞാൻ കൂടി ഉൾപ്പെട്ട കാവൽക്കാരാണ് അതിന് കാവൽ നിൽക്കുന്നത്, വിശ്വാസികളുടെ പണമാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടിപ്പു ഇദ്ദേഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ടിപ്പുവിൻ്റെ പടയാളികൾ വന്നു, ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി വളരെ ഭീകരമായിട്ട് കൊലപ്പെടുത്തുക ചെയ്തത്. ഇപ്പോഴും ചാവക്കാടിനടുത്ത് മണത്തല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഈ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ്റെ ദർഗയുണ്ട്. അവിടെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ വന്ന് ഹിന്ദുക്കളാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം അവർ ദേശത്തിന് വേണ്ടിയും അവരുടെ വിശ്വാസത്തിന് വേണ്ടിയും അവരുടെ ദൈവത്തിന് ഭക്തന്മാർ കാണിക്ക വെച്ച ധനം മഹാരാജാവിൻ്റെ പടയോട്ടക്കാലത്ത് രക്ഷിച്ചു നിർത്തിയ ഒരാളാണ്. അത് കാണുന്നില്ല. പക്ഷേ മറ്റൊന്ന് ആലോചിക്കുന്നുണ്ട്, അഹമ്മദ് മാഷ് ഇത് പറയുമ്പോൾ ഇങ്ങനെ മാഷെ പോലെ പറയുന്ന ആളുകൾ കേരളത്തിൽ കുറവാണ്. എന്നാൽ പോലും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്ത് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയി വഴിക്ക് രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ എറണാകുളത്ത് അവിടെയാണ് ഒരു ദിവസം സൂക്ഷിച്ചത്. അവിടെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇറക്കി വെച്ച സ്ഥലം ഇപ്പോഴും ഉണ്ട്. പിന്നീട് അമ്പലപ്പുഴയെ കൊണ്ടുപോയി ടിപ്പു വീഴുന്നത് വരെ ആ വിഗ്രഹം അമ്പലപ്പുഴയിൽ സൂക്ഷിക്കേണ്ടി വന്നു. അതെ അതെ, ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഗുരുവായൂരപ്പ വിശ്വാസികൾക്ക് അറിയില്ല ഗുരുവായൂരപ്പനെ ടിപ്പു കൊണ്ടുപോയിരുന്നു. അറിയില്ല ഭൂരിപക്ഷം പേർക്കും. ആ ഇഷ്യൂ ഉണ്ട്. മഞ്ചേരിയിലെ അത്തംകുരിക്കൾ ടിപ്പു സുൽത്താനെതിരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഈ ഉണ്ണിമൂസ മൂപ്പൻ, എളമ്പുലാശ്ശേരി ഉണ്ണിമൂസ മൂപ്പൻ എതിരായിരുന്നു, ടിപ്പുവിനെതിരായിരുന്നു. ഈ മാപ്പിള പോരാളികൾ കൂടി ടിപ്പുവിനെതിരെ പൊരുതിയതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദേശാഭിമാനികളായ മനുഷ്യന്മാർ അവർ മുഴുവനും ടിപ്പുവിനെതിരാണ്. അപ്പൊ ടിപ്പുവിന്റെ ഒരു ഓർമ്മ, ടിപ്പുവിന്റെ മാത്രം ഒരു സുൽത്താന്റെ ഓർമ്മ ഒരു നമ്മുടെ നാട്ടിൽ ഓർക്കാൻ സത്യത്തിൽ നമ്മുടെ ചരിത്രത്തിൽ ഒരു നല്ല ഓർമ്മയൊന്നും അല്ലാതെ അല്ല. അതൊന്നും പക്ഷെ മറ്റൊന്നുമില്ല. ആഷ പറഞ്ഞല്ലോ, ടിപ്പുവിന്റെ ഓർമ്മ നല്ല ഓർമ്മയല്ല കേരളത്തിൽ എന്ന് പറയും. ഇപ്പൊ കോഴിക്കോട് പിടിച്ചെടുത്തിട്ട് ടിപ്പു എന്താ പേരിട്ടെ, ഫറൂഖാബാദ് പേര്. കോഴിക്കോടല്ല, കോഴിക്കോടിനടുത്ത് പിന്നീട് ഈ ഫറൂഖ് പോലും ഈ ഇത്തരത്തിലുള്ള പടയോട്ടത്തിൻ്റെ സുൽത്താൻമാരുടെ പടയോട്ടത്തിൻ്റെ ഓർമ്മകൾ പലയിടത്തും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അല്ല, കോഴിക്കോടിൻ്റെ അടുത്താണ് ഈ ഫറൂഖാബാദ്. അദ്ദേഹം വന്ന് ക്യാമ്പ് അടിച്ച ഫറൂഖിന് അടുത്ത ഒരു കുന്നിൻ്റെ മുകളിലാണ്, ഇപ്പോഴും അതിന് സുൽത്താൻ കുന്ന് തന്നെയാണ് പറയുക. ടിപ്പു സുൽത്താൻ്റെ അദ്ദേഹം തമ്പടിച്ച കുന്നാണ്. ആ കുന്നിന് ഫറൂഖാബാദ്, ഖലീഫ ഉമർ ഫാറൂഖ് എന്നാണ് ഖലീഫ ഉമറിൻ്റെ പേര്. ഫറൂഖാബാദ് എന്ന് ടിപ്പു സുൽത്താൻ ഇട്ട പേരാണ് പിന്നീട് ലോപിച്ച് ഫറൂഖായത്. എന്തായാലും ഫറൂഖാബാദ് എന്നുള്ള പേര് മാറി ഫറൂഖ് എന്തെങ്കിലും ആക്കി. അതെ, അതിനെ മലയാളീകരിക്കെങ്കിലും ചെയ്തു. ഇപ്പോഴും നമ്മളെ ദ്രോഹിച്ച നമ്മളോട് ഏറ്റവും വലിയ കേരളം അനുഭവിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് ടിപ്പു ചെയ്തത്. അതുകൊണ്ടാണ് മലബാറിലെ പല വീടുകളിലെയും പട്ടിക്ക് ടിപ്പു എന്ന് പേരെടുത്തത്. ആ ഒരു കൾച്ചർ അത് ബ്രിട്ടീഷ് കാലം തൊട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഓർമ്മ പേറുന്ന പേര് മാറ്റണം. അതല്ല അതിന്റെ പേരെന്ന് പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷ പുരോഗമന കോൺഗ്രസ്സുകാരുടെ ചോര തളയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നതേ സാറേ, ബേസിക് ആയിട്ട് ഇപ്പോൾ സുരേന്ദ്രൻ ഒരു ഇലക്ഷൻ ഇഷ്യൂ എന്ന നിലയിൽ വയനാട്ടിൽ അത് ഉയർത്തിയത് മറ്റു പലതിനും നിമിത്തമായി ആലോചിക്കാൻ ഇടയാക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഇത് വയനാട്ടിൽ മാത്രമല്ല, പലയിടത്തും പല ഇഷ്യൂസും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവർക്ക് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയും ഈ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു സുൽത്താൻ ഇട്ട പേര്, സുൽത്താൻ്റെ അവശിഷ്ടങ്ങൾ, സുൽത്താൻ്റെ ഉച്ചിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും മുസ്ലിങ്ങളുടെ എന്തോ പ്രിയപ്പെട്ടതാണ് എന്ന് ഇവർ ധരിച്ചു പോകുന്നതിൻ്റെ വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. ഇതിന് സമാനമായ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കരിങ്കല്ലായി എന്ന് പറയുന്ന നാടാണ്, പിന്നെ അവിടെ കരിങ്കല്ലായി എന്ന് പറയുന്ന നാടാണ് ഫാറൂഖ് കോളേജായിട്ട് മാറിയത്.
അപ്പോൾ അത് ഇപ്പോൾ വേണമെങ്കിൽ ആ കോളേജിന് ഫാറൂഖ് കോളേജ് എന്ന് പേരിട്ടതുകൊണ്ട് ആ സ്ഥലപ്പേര് ഫാറൂഖ് കോളേജ് എന്നായതിന് ആളുകൾക്ക് വിരോധം ഉണ്ടാവില്ല. അതേസമയത്ത് ഫറൂഖിൻ്റെ പേര് ഫാറൂഖാബാദ് എന്ന് ടിപ്പു സുൽത്താൻ ഇട്ടതുകൊണ്ടാണ്. ഇതിൽ ടിപ്പു സുൽത്താൻ്റെ ഇടപെടലില്ല. നാട്ടുകാർ അവിടെ ഒരു മുസ്ലിം കോളേജ് ഉണ്ടാക്കിയപ്പോൾ അതിന് ഫാറൂഖിൻ്റെ പേരിട്ടു, ഫാറൂഖ് കോളേജ് എന്ന് പേരിട്ടു. കരിങ്കല്ലായി എന്നായിരുന്നു ആദ്യത്തെ പേര്. ഇപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചിലതിനെ ന്യായീകരിക്കാം. ഞങ്ങളുടെ നാട്ടിൽ കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വന്നൊരു ക്യാമ്പൊക്കെ നടത്തിയതുകൊണ്ട് ആ ദീർഘകാലം ആ നാടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അബ്ദുറഹിമാൻ നഗർ, AR നഗർ എന്ന സ്ഥലം അങ്ങനെ ഉണ്ടായത്. ഇങ്ങനെയുള്ള പേരുകളുണ്ട്. സമദാനി പോയിട്ട് ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റിയൊരു കഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിട്ട് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ ഈ സമദാനിയുടെ ഇലക്ഷനിൽ സത്യത്തിൽ ഉന്നയിക്കേണ്ടതൊന്നും ഉന്നയിക്കാൻ ആളില്ലല്ലോ. പല ഇഷ്യൂസ് ഉണ്ടല്ലോ സമദാനിക്കെതിരെ ഉന്നയിക്കാൻ. ഇപ്പോൾ അതിൽ ആ കൂട്ടത്തിലൊന്നാണ് സമദാനി MP ആയിരിക്കുമ്പോൾ ചെയ്ത ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ആളുകൾ എന്താ സംസാരിക്കാത്തത്? മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് ചെനക്കലങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. ഒരു നാട്ടും പുറത്തൊരു കൊച്ചു ഗ്രാമം. പിന്നീട് അതൊരു ചെറിയ ഹൈവേ ഒക്കെ വന്നപ്പോൾ ഒരു ചെറിയ ടൗണായിട്ട് മാറിയതാണ്. ആ ചെനക്കലങ്ങാടിയിൽ ഇന്നും പോയി നോക്കിയാൽ അറിയാം. ആ ചെനക്കലങ്ങാടിയുടെ പേര് ഇയാൾ തന്നെ മുൻകൈയെടുത്ത്, അയാൾക്കല്ലാതെ, ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച അദ്ദേഹത്തിനല്ലാതെ, കോട്ടക്കലെ ഒരു മനുഷ്യനെ അറിഞ്ഞുകൂടാത്ത ഒരു ഉത്തരേന്ത്യൻ മൗലാനയുടെ പേര് അക്ബർ ചക്രവർത്തിക്കൊക്കെ എതിരായിട്ട്. അക്ബർ ചക്രവർത്തി മതേതരവാദിയാണ്. ദിന്നില്ലാഹി എന്ന മതം ഉണ്ടാക്കി, അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദപൂർവ്വമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയയാളാണോ. അക്ബറെ എതിർത്തുകൊണ്ടിരുന്ന വലിയ വലിയ പോരാളിയായ ഒരാളാണ്. ഈ ഒരു ചരിത്ര പുരുഷനാണ്, വലിയ ഇസ്ലാമികമായ ജിഹാദി. ഇസ്ലാമിക ഭീകരത കാണിക്കാതിരുന്നതിനെ ഇന്നിപ്പോ നമ്മൾ വിളിക്കുന്ന കേരളത്തിലിട്ടു. അതെ, ഇന്നിപ്പോ നമ്മൾ വിളിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ജിഹാദി എന്ന് വിളിക്കാവുന്ന ഒരാളാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി. ഇദ്ദേഹം നടന്നു ചെയ്ത പണി എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ നാട്ടിലെ എല്ലാ കടക്കാരോടും, അതുപോലെ MP, മുസ്ലിം ലീഗിൻ്റെ നേതാവും വലിയ പ്രഭാഷകനും ഒക്കെയുള്ള ആ കടക്കാരോട് മുഴുവൻ നടന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഇനി മുതൽ മാറ്റണം, നിങ്ങളൊക്കെ ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ ചെനക്കലങ്ങാടി എന്ന പേരിന് പകരം സർഹിന്ദ് നഗർ എന്ന എല്ലാ പേരും, ജിഹാദിയുടെ പേര്. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് സാറേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഈ മണ്ണിൻ്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പേരിട്. PS വാര്യരുടെ നാടാണ് കോട്ടക്കൽ. UA ബീരാൻ എന്ന മന്ത്രിയുടെ നാടാണ് കോട്ടക്കൽ. ആരുടെയെങ്കിലും പേരിട്ടോ, ജാതിയും മതവും നോക്കണ്ട. ഈ മണ്ണിൽ ഇതുവരെ കാലുകുത്തിയിട്ടില്ലാത്ത, കേട്ട ചരിത്രം വെച്ചാണെങ്കിൽ ഇന്ത്യയിലെ വലിയ വർഗീയവാദിയായിരുന്ന ഒരു ഇസ്ലാം അല്ലാത്തവരെല്ലാം കൊല്ലണമെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു ജിഹാദി നേതാവിന്റെ, അതും നോർത്ത് ഇന്ത്യയിൽ ആ ഒരു മാതൃക ഇപ്പൊ പറയണ്ടല്ലോ. നോർത്ത് ഇന്ത്യൻ മാതൃക കേരളത്തിലേക്ക് കൊണ്ടുവരരുതെന്നൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ BJPയോടൊക്കെ പറയുന്നുണ്ടല്ലോ. ആ മാതൃക കേരളത്തിലേക്ക് ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചയാളാണ് ഇദ്ദേഹം. ഇപ്പോൾ മഹാഭാഗ്യത്തിന് പലർക്കും അത് ബോധം വന്ന് ഇപ്പോൾ അവിടുത്തെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സാറിനറിയാം, കോട്ടക്കൽ മാതൃഭൂമി യൂണിറ്റിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു അങ്ങാടിയാണ് ഈ സർഹിന്ദ് നഗർ എന്ന് പറഞ്ഞാൽ ചെനക്കലങ്ങാടി. അവിടെ ഇപ്പോഴും സൂക്ഷിച്ചു നോക്കിയ എല്ലാ ബോർഡുകളിലും, പല ബോർഡുകളിലും സർഹിന്ദ് നഗർ. സുരേന്ദ്രന്റെ പ്രസ്താവന എതിർക്കുന്ന ലീഗിന്റെ നേതാവ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ചെയ്തത് ഈ പണി പേര് കേരളത്തിലെ ഒരു സ്വന്തം നാടിന് പേര് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം മണ്ണിനോടോ സ്വന്തം നാടിനോടോ സ്വന്തം പൂർവ്വപിതാക്കന്മാരോടോ ഒന്നും അല്ല കൂറുന്നാണ്. ഈ നോർത്ത് ഇന്ത്യയിൽ ആരും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രം പരിചയമുള്ള ഫാനറ്റിക്കായ ഒരാളുടെ പേരിട്ടു എന്നാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇവരുടെ ലക്ഷ്യം ഈ പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ നാടിനെ ഇസ്ലാംവൽക്കരിക്കുകയല്ലേ? അല്ല, ഇവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും. പക്ഷെ എന്താണെന്നറിയോ, ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ഒളിച്ചിരുന്നാലുള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ വർഗീയവാദിയല്ല. കാരണം അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, ഞാനല്ല അവനാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കൂടുതൽ തീവ്രവാദികളായ ഒരു കൂട്ടരെ വളർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് SDPയെ ചൂണ്ടിക്കാണിച്ച് പറയാം, പോപ്പുലർ ഫ്രണ്ടിനെ ചൂണ്ടിക്കാണിച്ച് പറയാം, ജമാഅത്തെ ഇസ്ലാമിയെ പോലും ചൂണ്ടിക്കാണിച്ച് പറയാം. അവർ വർഗീയവാദികൾ, ഇവരങ്ങനെയുള്ള പറയാം. മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് KM ഷാജിയെ പോലുള്ള എല്ലാവരും പറയുന്നതാണല്ലോ, അവനാണ് വർഗീയവാദി, ഞങ്ങളല്ല. എന്നാൽ ഇതിനകത്തിരുന്നു കൊണ്ട് സുരക്ഷിതമായിട്ട് ഈ പണി മുസ്ലിം ലീഗ് വളരെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഈ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഈ ഹിന്ദുക്കൾക്കെതിരെ മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പള്ളികൾ പൊളിച്ചിട്ടില്ലേ? കൊടകിലും മംഗലാപുരത്തും ഒക്കെ ക്രിസ്ത്യൻ പള്ളികൾ ധാരാളം ഇതേ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികളോടും പെരുമാറിയതിന്റെ ഫറവൂർ പള്ളിയിൽ വരെ എല്ലാവരും ഞാൻ പറഞ്ഞു. ആ പടയോട്ട കാലത്ത് പറഞ്ഞാൽ ഫറവൂരാണല്ലോ, ഏതാണ്ട് ഇതുവരെയാണല്ലോ, ഈ വൈപ്പിൻ വരെയാണല്ലോ അദ്ദേഹം വന്നത്, ഏറ്റവും ഒടുവിൽ കോട്ടപ്പടി വരെ വന്നു. അപ്പോൾ ആ തിരിച്ചുപോക്ക് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോട്ടക്കുന്ന്, കോട്ടപ്പടി, സുൽത്താൻപേട്ട, കോട്ടപ്പടി അല്ല, ഈ കോട്ടപ്പടി എന്ന് പറയുന്നത് നെടുങ്കോട്ട, തിരുവിതാംകൂറിന്റെ നെടുങ്കോട്ടയും പഴയ നെടുങ്കോട്ടയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ഇദ്ദേഹം പ്രതിരോധിക്കാൻ തിരുവിതാംകൂർ സേന ഉണ്ടാക്കിയതാണ്. പത്മനാഭൻ. ആണല്ലേ? അപ്പോൾ ടിപ്പുവിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ പറവൂർ പള്ളി പൊളിച്ചത്, പള്ളി പൊളിച്ചത്. അത് ഞാൻ പറഞ്ഞ അനുഭവം ഉണ്ട്, ധാരാളം ഉണ്ട്.
അപ്പോൾ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ അനുഭവിക്കാത്ത ഒരു കുറവാണ്. അല്ല, പക്ഷേ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞു, സുരേന്ദ്രൻ പറഞ്ഞത് വസ്തുതയാണ്, ചരിത്രം അങ്ങനെയാണ് പറഞ്ഞത്. ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമല്ല, ഉണ്ടാക്കിയെടുത്ത കാര്യമല്ല സുരേന്ദ്രൻ പറഞ്ഞത്. ആ സിറ്റീസ് സുരേന്ദ്രൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ അതിനെ സർവാത്മന അംഗീകരിച്ച് നമ്മുടെ ദേശീയതയുടെയും നാടിൻ്റെയും സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയല്ലേ എല്ലാവരും ചെയ്യേണ്ടത്? അതിപ്പോൾ BJP അത് ദേശീയ തലത്തിൽ അത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയമായിട്ട് എതിർക്കുകയായിരിക്കും. ഇവർ പറയേണ്ടത്, ഇടതുപക്ഷം പറയേണ്ടത് അതൊന്നുമല്ലല്ലോ. സ്ഥലത്തിൻ്റെ പേരല്ല പ്രധാനം, ജനമാണ് പ്രധാനം, സമാധാനമാണ് പ്രധാനം, ജനത്തിൻ്റെ പുരോഗതിയാണ് പ്രധാനം, വികസനമാണ് പ്രധാനം. പേര് ചരിത്രത്തിലെ ഈ സൈനികമായ ഇടപെടലുകൾ, വൈദേശികമായ അധിനിവേശം, വിഖ്യാതമായൊരു പ്രയോഗമുണ്ട്. ഈ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ്റെ ഒരു പ്രയോഗമുണ്ട്, വരത്തനാണ്. ലണ്ടനിൽ നിന്ന് വന്നാലും മൈസൂരിൽ നിന്ന് വന്നാലും വരത്തനാണെന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. നമ്മുടെ വിദേശി അക്രമി എന്ന് പറയുന്നതിന്റെ പേരാണ് ഈ വരത്തൻ. വരത്തിന് വേണ്ടി എന്തിനാണ് ഈ രണ്ട് മുന്നണിയും? ഒരു കാര്യമില്ല. ടിപ്പുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സൗകര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹത്തിന്റെ സൈനിക താവളമായിരുന്ന ഒരു കേന്ദ്രത്തിന്റെ പേര് ടിപ്പു പോലും ഇട്ട പേരല്ല. ടിപ്പുവിന്റെ പേരിൽ അറിയപ്പെട്ട പേരാണ്. ആ അധിനിവേശത്തിന്റെ, ആ അക്രമത്തിന്റെ, ആ പടയോട്ടത്തിന്റെ ഏറ്റവും ഭീകരമായ ഓർമ്മ കണ്ട് പേടിച്ച മനുഷ്യന്മാർ വിളിച്ച പേരാണ് ആ നാട്. അവിടെയാട്ടോ അത്. ആ ഭയത്തിന്റെ പേര് മാറ്റുന്നതിൽ ഒരു അപകടമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, അത് മാറ്റണമെന്ന് ആര് പറഞ്ഞാലും അത് തെറ്റുമല്ല. പക്ഷേ ഇനിയിപ്പോൾ രാഷ്ട്രീയമായി അവരത് പറയുമ്പോൾ ഞങ്ങൾ എതിര് പറയണം. അതാണല്ലോ ഇപ്പോൾ ഈ അപരത്വം. അവൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കില്ല. മോദി പറഞ്ഞിരിക്കുന്നു അത് ഇപ്പോൾ പകലാണ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ രാത്രിയാണെന്ന് പറയണം. ആ തരത്തിലുള്ള ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് പറഞ്ഞത് സുരേന്ദ്രനായതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. സുരേന്ദ്രനും BJPയും ആയതുകൊണ്ട് അംഗീകരിക്കില്ല നിലപാട്. ഏറ്റവും നല്ല വഴി എന്താ? സുരേന്ദ്രൻ അപ്പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. കഥ കഴിഞ്ഞില്ലേ? ടാക്ടിക്കലി പോലും ഇവർക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ പടങ്ങുമെന്നാണ് ഇവർ വെറുതെ ധരിക്കുകയാണ് സാറേ, വെറുതെ ധരിക്കുക. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഈ വിചാരിക്കുന്ന പൊട്ടന്മാരൊന്നുമല്ല. മാത്രമല്ല, പുതിയ തലമുറയിലെ മുസ്ലിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ളവരാ. ഈ ഏതെങ്കിലും സുൽത്താൻമാർ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും കാലത്ത് കാണിച്ചു കൂട്ടിയ അവരിവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്തതോ, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതോ, ഈ നാട്ടിലെ ഭൂമി പിടിച്ചെടുത്തതോ, ഇതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ആ സുൽത്താൻമാരുടെ ചരിത്രത്തെ ആ ചരിത്രം കൊണ്ട് തന്നെ തീർത്തോളണം എന്ന് പറയുന്നവരാണ് പുതിയ മുസ്ലിം തലമുറ. ദേശീയ സ്വഭാവമുള്ള ആത്മാഭിമാനികളായ മുസ്ലിങ്ങൾ എത്രയുണ്ട്? അത് തീർച്ചയായിട്ടും ആ ഒരു ബോധത്തിലേക്ക് അവർക്ക് വോയിസ് ഇല്ല. ആ വാക്കാണ് കറക്റ്റ്. അവർക്ക് ശബ്ദമില്ല. എനിക്ക് തോന്നുന്നത് ശബ്ദമില്ലാതെ പോയ, മുഖ്യധാരയിൽ എടുത്ത് ഉയർത്താത്ത ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങളാണ് മഹാഭൂരിപക്ഷത്തിൻ്റെ ശബ്ദം. അത് പൊതുമണ്ഡലത്തിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ നോൺ ഇഷ്യൂസിലാണല്ലോ ഈ കേന്ദ്രീകരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഒരു അധിനിവേശത്തിൻ്റെ ഓർമ്മയാണ്. അത് കേരളത്തിന് ഓർക്കാൻ കൊള്ളാവുന്നൊരു ഓർമ്മയല്ല. ആ പേര് മാറ്റണമെന്ന വാദം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ മണ്ണിലുണ്ടല്ലോ. ഞാൻ ജയിച്ചാൽ അതിനുവേണ്ടി ശ്രമിക്കുമെന്നൊരു ഏത് നേതാവ് പറഞ്ഞാൽ എന്താ തെറ്റ്? സ്വാഗതം ചെയ്യാണ് വേണ്ടത്. സുരേന്ദ്രൻ ഇത് പറഞ്ഞു. ആ പറഞ്ഞ സുരേന്ദ്രൻ ഒരു കൈയടി എന്തായാലും കൊടുക്കും. തീർച്ചയായിട്ടും ആ പറഞ്ഞത് ശരിയായ കാര്യമാണ്. തീർച്ചയായും കേരളം സുരേന്ദ്രന് കൈയടിക്കട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.